കഥയല്ലിത് ജീവിതം. നമസ്കാരം. കഥയല്ലിത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ മുഹമ്മദ് യൂസഫ്, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ സുരേഷ് ബാബു, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ PV ശിവദാസ്. എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിത് ജീവിതം. അതിൽ വേറൊരു കാര്യം ഞാൻ പറയാം. ധർമ്മം എന്ന് പറയുന്ന ഒരു സാധനമല്ലേ, ഒരു ന്യായം എന്നൊന്നില്ലേ. ആ ന്യായപ്രകാരം നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ പിന്നെ അയാളെ വെറുതെ വിടണം. ഞാൻ വിട്ടേക്കാം. ഇപ്പൊ മേഡം ഓർത്തി കൂടെ പോയി ചൊല്ലി ഞാൻ വിട്ടിട്ടേ. ഇനി എല്ലാം തന്നാ ഞാൻ വിട്ടാക്കാം. അപ്പൊ മര്യാദക്ക് അതിനുള്ള ഡൈവോഴ്സ് എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്റെ പിള്ളേർ മലയാളം தான் படிக்குதுண்டு சார். பொண்ணு அந்த ரெண்டு குழந்தை அது எப்படி இல்ல அதுதான் சொல்றேன் நான். அதுக்கு வரேன் நானு. அந்த ரெண்டு குழந்தைங்களுக்கு செலவுக்கு அதுதான் ரெண்டு விதத்துல அது முடிக்கலாம். ஒண்ணு, இவங்களுக்கு தர வேண்டிய தந்து ஒரே அடியா ஒரு செட்டில்மெண்ட்டுக்கு வரலாம். இல்லையா மாசம் மாசம் பசங்களுக்கும் இவளுக்கும் செலவுக்கு கோர்ட்ல இருந்து ஆர்டர் வாங்கலாம். இது ரெண்டு விதத்துல முடிக்கலாம். உங்களுக்கு எது வேணுங்கிறத சொல்லலாம். எனக்கு என்ன அவர்கிட்ட கேளுங்க மேடம். அங்க கேட்டுட்டு என்ன செய்ய? நான் என்ன எனக்கு அது சாதனம் முதல்ல சொன்னது நடக்கும்னு எனக்கு தோணல. അങ്ങനെ ഇല്ല മേഡം. அவங்களுக்கு சொரணம் பைசா கொடுக்க பറ്റുவோ? அதுதான் கேட்கலாம். உங்ககிட்ட முதல்ல பேசுதான் அவங்க கிட்ட பேசுவாங்க. எங்க அது செஞ்சா போதுം. അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ പലതവണയായിട്ട് നിങ്ങൾക്ക് അവരച്ഛനും അമ്മയും ഒക്കെ തന്നതായിട്ടുള്ളതും 15 പവന്റെ സ്വർണവും ഇതാണ് അവർ പറയുന്ന ഡിമാൻഡ്. അത് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ 15 പവന്റെ പണ്ടവും 1.5 ലക്ഷം ഉറുപ്പിക നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഡൈവോഴ്സ് തരാം എന്നാണ് പറയുന്നത്. അല്ല, അത് വാങ്ങിച്ചോ വാങ്ങിച്ചില്ലേ എന്നുള്ളത് വേറെ വിഷയം. വാങ്ങിച്ചോ വാങ്ങിച്ചില്ലേ എന്നുള്ളത് വേറെ വിഷയം. അൻപഴകൻ പറഞ്ഞ കേൾക്കൂ. നിങ്ങൾ വാങ്ങിച്ചോ വാങ്ങിച്ചില്ലേ എന്നുള്ളത് വേറെ വിഷയം. അവര് പറഞ്ഞ കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയൂ എന്താ ചെയ്യാന്ന്. ഞാൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അത് അവർ വാങ്ങിച്ചു, അവർ തമ്മിൽ. അല്ല, അത് ഞാൻ ചോദിക്കുന്നത് നമുക്ക് അനീഷിനോട് സംസാരിക്കാം. ഞാൻ അനീഷിനോടാണ് ചോദിക്കുന്നത്. അനീഷിനോട് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ കേട്ടല്ലോ, ഇതെല്ലാം കേട്ടല്ലോ, അനീഷിന് മനസ്സിലായല്ലോ അവർ പറഞ്ഞത് എന്താന്നുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. ഭാര്യ പറയണമെന്ന് വെച്ചാൽ 15 പവൻ്റെ ആഭരണം കൊണ്ടുവന്നു, അത് നിങ്ങളെടുത്തു ചിലവാക്കി എന്നാണ് പറയുന്നത്. പ്ലസ് 1.5 ലക്ഷം രൂപ മൊത്തമായിട്ട് ആദ്യത്തെ 25 പിന്നെ പല പ്രാവശ്യമായിട്ട് 5ഉം 10ഉം ഒക്കെ തന്നു 1.5 ലക്ഷം രൂപ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇത് അവർക്ക് തിരിച്ചു കിട്ടണമെന്നായിരുന്നു ഇവിടെ ആദ്യമേ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾ സമ്മതിക്കില്ല, കൂടെ താമസിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്താണ് അടുത്ത വഴി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഇത് തിരിച്ചു തന്നാൽ മതി എന്നുള്ളത്. ഇനി അനീഷ് പറ, ഇതിനകത്ത് അനീഷിന് എന്ത് ചെയ്യാൻ പറ്റും? കാരണം അനീഷ് ആൾറെഡി വേറൊരാളുടെ താമസിക്കുകയാണ്, അത് നിയമപരമല്ല. അനീഷ് തിരിച്ച് വീണ്ടും എന്നാൽ ശരി ഞാൻ ഈ ഭാര്യയുടെ കൂടെ തന്നെ താമസിക്കാം എന്ന് തീരുമാനിച്ചാലും ആ പെൺകുട്ടി പിന്നെ വഴിയാധാരമാവും. പ്ലസ് നിങ്ങൾ ആ പെൺകുട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ എല്ലാ ബാധ്യതകളും നിങ്ങൾ എടുക്കേണ്ടേ വരികയും ചെയ്യും. ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു കുട്ടി ഉണ്ടായിട്ട് നിങ്ങൾ വിട്ടിട്ട് പോയാലും പ്രശ്നമാണ്. അത് നിങ്ങൾക്കും കൂടെ കേൾക്കാനായിട്ട് പറയണേ. ഇതിൽ അനീഷിന് എന്ത് ചെയ്യാൻ പറ്റും? സാറേ, ഇവർ പറയുന്ന പോലെ 1.5 ലക്ഷം രൂപയും 15 പവന് സ്വർണ്ണമൊക്കെ എനിക്ക് തന്നിട്ടില്ല. എനിക്ക് തന്നിരിക്കുന്ന ആപ്പാട് ഒരു 45,000 രൂപ കാശായിട്ട് തന്നിട്ടുണ്ട് മാഡം. പിന്നെ ഒരു 5-5.5 പവന് സ്വർണം തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കോട്ടയത്ത് വാടകയ്ക്ക് വീടും രണ്ടുപേരും കൂടെ ചേർന്നോ ചേരാതെയോ എങ്ങനെയോ അത് ചെലവഴിഞ്ഞ് പോയി, കല്യാണം കഴിഞ്ഞ് പോയി. ഇങ്ങനെ ഒരു കേസ് ഏത് ഡൈവോഴ്സിന് വന്നാലും കോടതി ആദ്യം കൺസിഡർ ചെയ്യുന്നത് ആ കുട്ടിയുടെ സ്വർണം എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതല്ല, ആ സ്വർണം ചെലവഴിച്ചു പോയി എന്നുള്ളതാണ്. ആം ഐ റൈറ്റ് സർ? അപ്പോൾ അതുകൊണ്ട് അത് ആ ന്യായങ്ങൾ ഇവിടെ നിരത്തിയിട്ട് യാതൊരു കാര്യമില്ല. ആ സ്വർണം എടുത്തു എന്നുള്ളത് നിങ്ങളും സമ്മതിക്കുന്നു. 5-6 പവൻ്റെ സ്വർണം, 15 ഇല്ലെങ്കിലും 6 പവൻ്റെ സ്വർണം നിങ്ങൾ എടുത്തതായിട്ട് നിങ്ങൾ സമ്മതിക്കുന്നു. ചിലവഴിഞ്ഞത് കോടതിക്ക് അറിയേണ്ട കാര്യമില്ല. എന്ത് കാര്യമായാലും വിരോധമില്ല. അത് നിങ്ങളുടെ പേരിൽ വെച്ചിട്ടുള്ള ചില ചീട്ടുകൾ തന്നിട്ടുണ്ട്, ചിലതൊക്കെ ലേലത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആദ്യം അത് ഞാൻ ചോദിക്കട്ടെ.
ഇല്ല ഈ പറയുന്ന ഞാൻ 45,000 ഇതിന് ഒരു മാത്തമാറ്റിക്കൽ ഇതുകൂടെ പറഞ്ഞു തരട്ടെ മാഡം. പറയും. ഇവർക്ക് ഇപ്പം നമ്മൾ പവനായിട്ട് പറയാതെ ഇവർക്ക് എത്ര രൂപ ചിലവാകും എന്ന് പറയുകയാണെങ്കിലേ അന്വേഷണം അത് കൊടുക്കാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും ലോൺ എടുത്തിട്ടോ ഫൈനാൻസ് എടുത്തിട്ടോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 6 പവനും 45,000 ഉറുപ്പിയും ഇത് നിങ്ങൾ ക്യാഷ് ആയിട്ടോ സ്വർണ്ണമായിട്ടോ നിങ്ങൾക്ക് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഇത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ? അത്ര ഞാൻ 6 ലക്ഷം 6 പവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷം ഉറുപ്പ്യ വരും. അപ്പം മൊത്തം നിങ്ങൾ 2 ലക്ഷം ഉറുപ്പ്യ കൊടുക്കണം. അങ്ങനെ കൊടുക്കാണോ ഇല്ലേ? ഈ ഡൈവോഴ്സിന് പോണ സമയത്ത് മാസം മാസം ഭാര്യയ്ക്ക് മക്കൾക്ക് ചെലവിന് കൊടുക്കാനാണോ തയ്യാറ്? 1,70,000. പക്ഷെ സർ കോടതിയിൽ പോണ സമയത്ത് ഈ സ്വർണത്തെ ഭാര്യയ്ക്ക് മക്കൾക്കും ചെലവിന് കൊടുക്കുകയാണെങ്കിലും ഈ വാങ്ങിച്ച സ്വർണം കൊടുക്കണം എന്നില്ലേ? അത് വേറെ മെയിൻ്റനൻസ് അതിന്റെ ലംസം എമൗണ്ട് വേറെ കൊടുക്കണം. അല്ല അത് ഏതായാലും കൊടുക്കണം. അങ്ങനെ കൊടുക്കണം. അതാണ് തുക അതിനും കൊടുക്കണം. നിങ്ങളിപ്പോൾ കോടതിയിൽ പോയാൽ ഡൈവോഴ്സിന് പോയാൽ ഒരു കാര്യം കൂടെ നിങ്ങളുടെ നേരെ ഒരു ഇതുണ്ട്, കുറ്റച്ചാട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഭാര്യ ഉള്ളപ്പോൾ തന്നെ 3 വർഷമായിട്ട് വേറൊരു സ്ത്രീൻ്റെ കൂടെ ജീവിക്കുകയാണ്. അത് ഈ കുട്ടിക്ക് കോടതിയിൽ പറയാൻ പറ്റും. അത് മാത്രമല്ല ആ കുട്ടിയെ നിങ്ങൾ പീഡിപ്പിച്ചു എന്നുള്ള ഒരു കേസ് കോടതിയിൽ കിടക്കുന്നുമുണ്ട്. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ കോടതി നോക്കും. നോക്കണ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് ആനുകൂല്യമായിട്ടുള്ള വിധി വരാനേ സാധ്യതയുള്ളൂ. ആ കുട്ടി ചോദിക്കുന്ന തുക, അതായത് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് ചോദിക്കാൻ പറ്റും. അത് കോടതി ഈ കുട്ടി ചോദിക്കുന്നത് ഇപ്പോൾ 20 ലക്ഷം ഉറുപ്പ്യ ആ കുട്ടിക്ക് ചോദിക്കാം. പക്ഷേ കോടതിയിൽ ഒരു കണക്ക് വെച്ച് അവർ എത്രയെങ്കിലും ലക്ഷങ്ങൾ പറയും. അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം. നിങ്ങൾ ഈ പറഞ്ഞ 15 പവൻ്റെ പണ്ടും 1.5 ലക്ഷം ഉറുപ്പ്യയിൽ നിൽക്കില്ല കോടതിയിലേക്ക് ഈ കുട്ടി നഷ്ടപരിഹാരത്തിന് പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ അവർ 15 പവൻ കൊണ്ടുവരുന്നു അവർ പറയുന്നു, 6 പവനാണെന്ന് അന്വേഷിച്ച് പറയുന്നു. ഇതൊരു കൺഫ്യൂഷൻ, നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ ഒരുപാട് ലക്ഷം രൂപ അയാൾ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തരില്ല. നിങ്ങൾക്കറിയാം അയാളുടെ സാമ്പത്തിക നില എത്രയുണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചോദിക്കണതിലല്ലേ അർത്ഥമുള്ളൂ. അല്ല ചുമ്മാ എനിക്ക് 20 ലക്ഷം രൂപ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സും കിട്ടത്തില്ല, നിങ്ങൾക്ക് പൈസയും കിട്ടത്തില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇവരുടെ വീട്ടിൽ വഴക്കുണ്ടാക്കി ജീവിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അയാളെ മേ ബി കോടതി കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലിൽ ഇടുമായിരിക്കാം. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്നുള്ളത് ചിന്തിക്കണം തീരുമാനം എടുക്കുമ്പോൾ. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് എത്രത്തോളം നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിച്ച് അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നും കണ്ടുപിടിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതും കൂടെ ആലോചിച്ചിട്ട് രണ്ടുപേരും ഒരു വിട്ടുവീഴ്ച ഇതെടുത്തിട്ട് ശരി അതെ അതാണ് ഞാൻ രണ്ടുപേരടുത്തും പറയാണ്. എനിക്ക് തോന്നുന്നത് അവരൊന്ന് ആലോചിക്കട്ടെ വെളിയിൽ പോയിട്ട്. അതെ, കാരണം ഡൈവോഴ്സ് ചോദിച്ചിരിക്കുന്ന അവരല്ല, അവര് ഇത് കൊടുക്കണമെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞത്. പിന്നെ ഞാനൊരു കാര്യം ആവശ്യം, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെയാണ്. അല്ല നിങ്ങളുടെ വീടേ വീട് പിന്നെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പണയത്തിലാണോ? എവിടെയാണ്? 5 ലക്ഷം രൂപ വണ്ടിപ്പെരിയാറിൽ ഒരാളിന് എനിക്ക് അറ്റാക്കായിട്ട് വന്നു. അപ്പോൾ ഈ പേപ്പർ ഉണ്ട്, അത് ഞാൻ മറന്നു ധൃതിക്ക് വന്ന സാറേ. എത്ര രൂപയ്ക്ക് അത് 2 ലക്ഷം രൂപയ്ക്ക് വെച്ചു വണ്ടിപ്പെരിയാറിൽ. ഞാൻ പറഞ്ഞ വർഷത്തിന് ഇവരൊന്ന് ആലോചിക്കട്ടെ, നമ്മൾ സജഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല നിങ്ങളിപ്പോൾ വളരെ ഒരു കാര്യം വരാം. ഇപ്പം ആവശ്യം നിങ്ങളുടെയാണ്, ഡൈവോഴ്സും നിങ്ങൾക്കാണ് ആവശ്യം, ആ കാര്യങ്ങൾ നടക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് പറയുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ മുമ്പിലുള്ള ഇഷ്യൂ 2 സ്ത്രീകളുടെ ആൺകുട്ടിയോ പെൺകുട്ടിയോ? പെൺകുട്ടിയാ? അന്നാ ഞാൻ ഇവള് പറയുന്ന അത് ചെയ്യുവാണ്, പിള്ളേരെന്നെ എടുക്കുവാണ് ഈ 2 പേരും അവളുടെ കൂടെ തന്നെ പോകുന്നതാണ് പറഞ്ഞത്. പിള്ളേരുടെ കാര്യം കസ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ കസ്റ്റഡി വേണ്ട, അച്ഛനമ്മയെ ഏൽപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാനുള്ള അവകാശമുണ്ട്, നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോയി നിർത്താനുള്ള അവകാശമുണ്ട്. ഒരു 2 ദിവസമൊക്കെ പോയി. ഞാൻ ചോദിക്കുന്നത് മേഡം, അന്നേരം ഇവളുടെ അടുത്ത് നിൽക്കരുത്, വേറെ ഹോസ്റ്റലിലോ
അങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ല. കുട്ടികളുടെ അമ്മയല്ലേ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അത് നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ആവശ്യപ്പെടുന്നുണ്ടല്ലോ സാർ. ആ പിള്ളേർ എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പിള്ളേർക്ക് അവിടെ കൂടെ ജീവിക്കാൻ താല്പര്യം. അങ്ങനെ ആ പിള്ളേർ പറഞ്ഞിട്ടില്ല. ആ തുക നിങ്ങൾ വഹിക്കോ? ഹോസ്റ്റലിൽ എവിടെ അല്ല കൊടുക്കാവോ? അല്ലല്ല അനീഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ആ കുട്ടികൾ പറഞ്ഞിട്ടില്ല, ഇല്ല, ഉണ്ട് madam. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇല്ല, നിങ്ങൾ തനിച്ച് തനിച്ച് വിളിച്ച് ഞങ്ങൾ പോലും ഇല്ലാതെ തനിച്ചാണ് ആ കുട്ടികളോട് സംസാരിച്ചത്. അല്ല അനീഷ, അതിനകത്ത് ഞങ്ങളാരും സംസാരിക്കണ്ട. ഇതിന്റെ ഇടയിൽ ഞാൻ സംസാരിക്കാനുള്ള ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. കുട്ടികൾക്ക് അമ്മയെ ഇഷ്ടമാണ്, അമ്മ ഇഷ്ടക്കേടൊന്നുമില്ല, നമ്മുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമില്ലെന്ന് ഞാൻ പറയുന്നില്ല മേഡം. അല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നമ്മുടെ കൂടെ അതിനൊരു കാരണമുണ്ട് മാഡം. കാരണം ഇപ്പൊ അനീഷ് ചെയ്ത കുറെ പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് വളരെ ആ അമ്മയ്ക്ക്, ആ കുട്ടികളുടെ അമ്മയ്ക്ക് വളരെ സംഘർഷാവസ്ഥയാണ് മനസ്സിൽ. അപ്പോൾ അവര് ദേഷ്യവും സങ്കടവും ഒക്കെ കാണിക്കാൻ പറ്റുന്നത് കുട്ടികളോട് തന്നെയാണ്. അവർ ചെറിയ ചെറിയ കാര്യം ചെയ്യുമ്പോൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻസ് ഒക്കെ എത്തി കാര്യങ്ങളൊക്കെ പിരിഞ്ഞ് പ്രോപ്പറായി കഴിഞ്ഞാൽ പിന്നെ അവർ ആ കുട്ടികളെ സ്നേഹിക്കുകയുള്ളൂ, അടിക്കില്ല. ആവശ്യമില്ല. ആവശ്യം ഇപ്പൊ അവർക്കൊരു മാനസിക വെപ്രാളമുണ്ട്. തീർച്ചയായിട്ടും ആ കുട്ടിനെ നിങ്ങൾ കൊണ്ടുപോകുന്നു. നിങ്ങൾ ആര് സാറ് പറയുന്ന പോലെ ഒന്നുമല്ല, നല്ല ബാക്ക്ഗ്രൗണ്ട്, എന്നെ വരെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന ആളെ അവള്. കണ്ടാ മേഡം ഇത് പേടിപ്പിച്ച് ഞാൻ പോലും ഇവിടെ പേടിച്ച് നടക്കുക. ഒരു കാര്യം നിങ്ങൾക്ക് ഞങ്ങള് ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചതാണ്. മക്കൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. അൻപഴകൻ, നിങ്ങളുടെ മകന്റെ മുമ്പിലുള്ള കേസ് എന്താണെന്നറിയോ? ആ കേസ് നിലനിൽക്കുന്ന കാലത്തോളം കുട്ടികളെ കോടതി നിങ്ങളുടെ മകന്റെ അടുത്ത് കൊടുക്കാൻ ഭയപ്പെടും. ഇല്ല, കൊടുക്കുന്നില്ല. മകന്റെ അടുത്ത് ഞാനും കൊടുക്കുകയില്ല. ഞാൻ അവനോട് പറഞ്ഞു മേഡം. അങ്ങനെ ഉള്ളപ്പോൾ അമ്മയും ജീവനോടുള്ള സമയത്ത് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല മക്കളെ. വേണ്ട, കൊണ്ടുപോട്ടെ. അത് കിട്ടില്ല. കാരണം നിങ്ങൾ ആ പയ്യന്റെ അച്ഛനും അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ കിട്ടും എന്ന് നമ്മൾ അധികം ആഗ്രഹിക്കണ്ട. കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് ആ അമ്മയുടെ അടുത്ത് തന്നെ ആ കുട്ടികൾ വളരും. കാരണം ഇദ്ദേഹം വേറെ കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടിയുണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്താൻ സാധ്യത ഇല്ല. നിങ്ങൾ 3 കൊല്ലമായിട്ട് ചെലവിനും കൊടുത്തിട്ടില്ല, കുട്ടികളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്ല, നിങ്ങൾ അത് റെക്കോർഡ് പ്രകാരം നിങ്ങൾ കുട്ടികൾക്ക് ഒന്നിനും കൊടുത്തിട്ടില്ല. ആ കൊടുക്കാത്ത സ്ഥിതിക്ക് കോടതി അതേ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു അച്ഛന് വേറെയും ഒരു കല്യാണം കഴിച്ച ഒരാളും കുട്ടികളെ തരാൻ സാധ്യതയില്ല, കുറവാണ്. ഇതിപ്പോ നിങ്ങൾ ഇവിടെ വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ 2 പേർക്കും പറഞ്ഞു തരാൻ ഞങ്ങൾ അവകാശപ്പെട്ടത് ഞങ്ങൾ പറഞ്ഞു തരും. അത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് താമസം കട്ടപ്പന എവിടെ കോടതി എന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ അടുത്തേക്ക് മാറുക നല്ലത്. നമ്മളിപ്പോൾ ഒരു കേസ് കൊടുത്ത് ആ കേസ് നടത്തി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, കാരണം ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇത്രയും പേര് നിങ്ങളുടെ സൈഡിൽ ആർഗ്യൂ ചെയ്യാനുണ്ട്, ഇവരുടെ സൈഡിലും ആർഗ്യൂ ചെയ്യാനുണ്ട്. ശരിക്കും നമ്മൾ 2 സൈഡിലും നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഒരാളുടെ സൈഡിലോ അല്ലെങ്കിൽ വേറൊരാളുടെ സൈഡിലോ നിൽക്കണില്ല. കോടതി പോകുമ്പോൾ അങ്ങനെയില്ല, നിങ്ങളുടെ സൈഡിൽ എല്ലാവരും ഒരു കൂട്ടർ, മറ്റിടത്തെല്ലാം വേറൊരു കൂട്ടർ, ഇതാണ് നടക്കുന്നത്. വർഷങ്ങളോളം ഇത് നീണ്ടുപോകും. അതേസമയം ഇവിടെ അങ്ങനെയല്ല, ന്യായമായിട്ട് 2 പേരുടെയും കാര്യങ്ങൾ കേട്ട് ഇവിടെ നിൽക്കേണ്ട സമയത്ത് ഇവിടെ നിൽക്കുകയും അവിടെ നിൽക്കേണ്ട സമയത്ത് അവിടെ നിൽക്കുകയും, ന്യായം എവിടെയാണോ അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ ഇത്രയും പേര് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിക്കൂ. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. എനിക്കത് ഞാൻ പറയട്ടെ, നിങ്ങൾ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ പുറത്തു പോയി ആലോചിക്കും എന്താ വേണ്ടതെന്നുള്ളത്. എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ ഒരു നേരം ഇല്ലേ, ഇവിടെ ഇരുന്ന് ആലോചിക്കുകയാണെങ്കിലും ആലോചിച്ചോളൂ. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. വിൽ ഗോ ഫോർ എ ബ്രേക്ക്. തീരുമാനിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും കൊടുത്ത് സഹായിക്കാൻ ഒന്നുമില്ല മാഡം. ഞാൻ ഇവർക്ക് ചെയ്ത തെറ്റിന് എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാൻ ഏറ്റുവാങ്ങാം, അതേ പറ്റുള്ളൂ. എല്ലാം ഇല്ല, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. എനിക്കൊരു 100 രൂപ കാശ് എടുക്കാൻ പോലും അവസ്ഥ ഇല്ലാത്ത അവസ്ഥയല്ല. ഞാൻ ഇന്നലെയൊക്കെ 2000 രൂപ വായ്പ വാങ്ങിച്ചാൽ വന്നത് അവസ്ഥ നിൽക്കുക. വീട്ടുകാർ ഈ അവസ്ഥ ഞാൻ നടന്നുകൊണ്ട് എന്നെ വിശ്വസിച്ച് വീട്ടുകാരൊന്നും തരാൻ തയ്യാറല്ല. ഒന്നുമില്ല, എല്ലാം പണയത്തിലും ഇതൊക്കെ ആയിട്ടിരിക്കുക. പിന്നെ അച്ഛനമ്മയ്ക്ക് ഒരു ഉത്തരവും ചെയ്യാതെ പിള്ളേർക്ക് ഒരു ഉത്തരവും ചെയ്യാതെ പിള്ളേരെ ഞാനിപ്പോൾ ചെറുക്കൻ എന്നെ കണ്ട് ചോദിക്കുക. ചെറുക്കൻ ഇപ്പം എന്നെ കണ്ടിട്ട് പറയുക, പപ്പ ഞാൻ പപ്പയുടെ കൂടെ വരുവുള്ളൂ, ഞാൻ അവിടെ പോത്തില്ല, അവളെ ഇന്ന് തന്നെ അവൾ എന്നെ അടിച്ച് കൊല്ലുമെന്നൊക്കെ അവൻ പറയുന്നത്. അവൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചിട്ടില്ല മാഡം? അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചത്. എന്തുകൊണ്ട് മക്കള് അച്ഛനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ അല്ലാതെ എന്ന്.
എനിക്ക് അറിയത്തില്ല മാഡം. ನಾನು 3 കൊല്ലം ഞാൻ തന്നെ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല അന്ന് പക്ഷേ ഇത്രയും കാലം കാണാതെ ഇരുന്ന അച്ഛനെ കാണുന്നതിൻ്റെ ഒരു സന്തോഷമായിരിക്കാം. ആ അച്ഛൻ ഒരിക്കലും, ഇത് പല വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛന്മാർ എപ്പോഴെങ്കിലും കാണുന്ന സമയത്ത് ഈ ജോലി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുട്ടികളോട് വളരെ നല്ലതാണ്. ഈ അമ്മമാരാണ് പലപ്പോഴും തെറ്റുകൾ കാണുമ്പോൾ ശിക്ഷിക്കലും അടിക്കലും ചീത്ത പറയലും. അമ്മമാർക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കുട്ടികൾ നന്നായി വളരണമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അമ്മമാരെക്കാളും അച്ഛനോടായിരിക്കും കൂടുതൽ. അച്ഛൻ എന്നെ തല്ലുന്നില്ല, ചോക്ലേറ്റ് മേടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ആ മാനസികാവസ്ഥ വെച്ചിട്ട് നമുക്ക് ഒന്നും മുമ്പോട്ട് പറയാനൊന്നും പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തു പറയുന്നു സോഷ്യൽ വർക്കർ? എനിക്ക് കുറച്ച് വേറിട്ടൊരു ഇവിടുത്തെ ഇപ്പോൾ സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയത്, പിന്നെ ഈ തമിഴരശിയുടെ ജീവിതത്തിൻ്റെ വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയിലുണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ തീർക്കാൻ ശ്രമിക്കുന്നു. ആ കുട്ടികളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, സ്നേഹം കൂടിയിട്ടാണ്. കാരണം ഇവൻ നമ്മളെ വിട്ടു പോവുമോ, അപ്പം നമ്മൾ തല്ലി ഒതുക്കി നമുക്ക് സ്നേഹം കിട്ടും എന്ന് വിചാരിക്കുന്ന. ഇപ്പം നേരത്തെ പറയുണ്ടായിരുന്നല്ലോ, എനിക്ക് 2 കുട്ടികളല്ലേ ഉള്ളൂ, ഞാൻ അവരെ വിട്ടാൽ ഞാൻ എന്ത് ചെയ്യും? പക്ഷേ ആ വിടാതെ കുട്ടികളെ നിങ്ങൾ ചേർത്ത് വെക്കണമെങ്കിൽ ആ കുട്ടികൾക്ക് ഇങ്ങനൊരു ഫീലിങ്ങേ പാടില്ല. അപ്പം നിങ്ങൾ അറിയാതെ തന്നെയാണ് നിങ്ങളുടെ ഈ വിഷമങ്ങൾ മുഴുവനും കുട്ടികൾ. ഞാൻ പറയണത് നിങ്ങൾക്ക് പബ്ലിക്കലി വേണമെങ്കിൽ ഇല്ല എന്നൊക്കെ പറയാം, പക്ഷേ സത്യസന്ധമായിട്ട് ഒരു വ്യക്തി ചെയ്യുന്ന ഒരു അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ദേഷ്യം മുഴുവനും കുട്ടികളോട് തീർക്കുക. അവരൊരു ചെറിയ തെറ്റ് കാണിക്കുമ്പോഴേക്കും നമുക്ക് ആൾറെഡി വിഷമിച്ചിരിക്കുകയാണല്ലോ, ആ സമയത്താണ് ഒരു കുരുത്തക്കേട് ആ കുട്ടി കാണിക്കുന്നത്. എടാ മോനെ അത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം നമ്മൾ അവരെ അടിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. എന്താണ്, അവർ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവസാനത്തെ ഫലം എന്താണ്? അവർക്ക് ഈ അമ്മ എന്ന് പറയുന്ന ആളൊരു പേടി സ്വപ്നവും എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കാണുമ്പോൾ ഓടി ചെല്ലുകയാണ്. അച്ഛൻ സ്നേഹം തന്നോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. നമ്മൾ ഒരാളെ പിന്നെ ഒരു പ്രത്യേകിച്ച് കുട്ടികളെ അവർക്ക് വകതിരിവ് പെട്ടെന്ന് കിട്ടുന്നില്ല. അമ്മ ഉപദ്രവിക്കുന്നതല്ല, അമ്മ ഞങ്ങൾ നേരാവാൻ വേണ്ടി ചെയ്യുകയാണെന്ന് പോലും അവർക്ക് തരും. അപ്പോൾ ശിക്ഷിച്ച് നമുക്ക് സ്നേഹം കിട്ടും എന്ന് പറയുന്നത് തെറ്റായ ഒരു ധാരണയാണ്. ഒരിക്കലും നമുക്ക് ഒരാളെ ശിക്ഷിച്ച് നമ്മളോട് സ്നേഹം ഉണ്ടാക്കാൻ പറ്റില്ല. ഒതുക്കിയിരുത്താമായിരിക്കാം, പക്ഷേ അവരിങ്ങനൊരു ചാൻസ് കിട്ടുമ്പോൾ പോകും, പറയാൻ പറ്റില്ല. ഇനി ഒരു 8ാം ക്ലാസ് ആകുമ്പോൾ അവൻ നിലപ്പം നിങ്ങളെ വിട്ടു തന്നെ പോയെന്നിരിക്കും. ഇപ്പം തന്നെ അവിടെ പോയാൽ ഇനി അമ്മ തല്ലുമെന്ന് അവൻ പേടിച്ചിട്ടാണ്. നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കണം. ചിന്തിക്കുന്നുണ്ട് സാർ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എന്നെ വിട്ടു പോകും, എനിക്ക് ആറില്ല. പേടിപ്പിച്ച് കുട്ടികളെ അടുത്ത് നിർത്തുന്നതിൽ അർത്ഥമില്ല. സ്നേഹത്തോടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, 6 വയസ്സ് നിങ്ങൾ വന്ന ഉടനെ അച്ഛൻ വന്നു. ഈ തെറ്റ് തന്നെ ആയിരിക്കും ചിലപ്പോൾ, ഒരു പക്ഷേ നിങ്ങളുടെ ചിന്തയിൽ വന്നിട്ടുള്ള ഒരു തെറ്റ് തന്നെ ആയിരിക്കും ചിലപ്പോൾ. ഞാൻ പറയുന്നത് അതാണെന്നല്ല, ആയിരിക്കാം ആ ഭർത്താവ് നിങ്ങളിൽ നിന്ന് അകലാൻ കാരണം. പതിനെട്ട് വയസ്സാകുമ്പോൾ ആ പെൺകുട്ടി ഈ കുട്ടി ചെയ്ത പോലെ, ഈ അമ്മ ചെയ്ത പോലെ ചെയ്താലോ? നിങ്ങളെപ്പോലെ ഒരു ഭർത്താവിനെ ആ പെൺകുട്ടി കൊണ്ടുവന്നാലോ? ആ പെൺകുട്ടിയുടെ ആ ഭർത്താവ് ഇതേപോലെ തന്നെ ആ പെൺകുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയി ഒരു പെണ്ണിനെ പീഡിപ്പിച്ചാലോ? ആ കുട്ടിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയാലോ? നിങ്ങളുടെ മകളുടെ ജീവിതത്തിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? നിങ്ങൾ രണ്ടുപേരും എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ജീവിതത്തെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? എന്തുമാവാന്നോ? ആൺകുട്ടി നാളെ അച്ഛൻ്റെ കൂടെ വിടുന്നില്ല, അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാ പോ, തുടങ്ങി 10 വയസ്സാകുമ്പോഴേക്കും ഇതും എല്ലാം. സഹിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? അന്ന് നിങ്ങളുടെ മറ്റേ ഭാര്യ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കുട്ടികളെ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. ഈ തെളിവ് വന്നാലും അച്ഛൻ്റെ കൂടെ നിൽക്കാനും നിർത്തിക്കാനും കോടതി സംശയിക്കും. കാരണം നിങ്ങളുടെ മുകളിലുള്ള കേസ് എപ്പോൾ ഇവര് ലോൺ അപ്ലൈ ചെയ്യണം, ആ ലോൺ എപ്പോൾ കിട്ടും, അത് കിട്ടുമോ, ഇതെല്ലാം നമ്മളുടെ സംശയത്തിലുള്ള ഒരു കാര്യങ്ങൾ. ഈ ഹൈപ്പോത്തസിസിന്റെ മുകളിൽ നമുക്ക് ഇവിടെ ചർച്ച തുടർന്നിട്ട് കാര്യമില്ല.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@amritatv.com.